ഖൽബിന്റെ രോഗങ്ങൾക്ക് ഖുർആനിനേക്കാളും അള്ളാഹുവിനോട് ദുആഇനേക്കാളും നല്ല ശിഫ ഇല്ല മനസ്സിന്റെ രോഗങ്ങൾക്ക്. അത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾക്ക് ഞെരുക്കങ്ങൾ ദുനിയാവിൽ ഉണ്ടാവാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ദുനിയാവിൽ എന്തെങ്കിലും ഞെരുക്കങ്ങൾ ഉണ്ടാകാതെ സുഗമമായി പോവുക എന്നുള്ളത് ദുനിയാവിന്റെ നിയമത്തിൽപ്പെട്ട കാര്യമല്ല. ദുനിയാവ് എന്ന് പറഞ്ഞാൽ ബല എന്ന് പറഞ്ഞതാണ്. പക്ഷെ ആ സന്ദർഭത്തിൽ നമ്മൾ എത്രത്തോളം അള്ളാഹുലേക്ക് മടങ്ങുന്നു, അള്ളാഹുലേക്ക് അടുക്കുന്നു എന്നതാണ് വിഷയം. ഇനി ഈ വിഷയത്തിൽ വന്ന മഹത്തായിട്ടുള്ള ഒരു ദുആ ആണ്. ഈ ദുആഇനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നെ ആ ഒരു അർത്ഥത്തിലാണ്. വഫി മുസ്നദിഹി ഹാക്കിം ഇബ്നു ഹിബ്ബാൻ അതുപോലെ അബൂ യഅല ഇബ്നു സുന്നി തബ്റാനി എന്നിവർ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. മിൻ ഹദീസ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അസാബ അഹദുൻ ഖത്തു ഹമ്മുൻ വലാ ഹുസ്നുൻ. ഒരാളുമില്ല അവന് ബാധിക്കാണ് ഹമ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഭാവി കാലത്തെ കുറിച്ചുള്ള പേടിക്കാണ് ഹമ്മ് എന്ന് പറയാം. വലാ ഹുസ്നുൻ, ഹുസ്ന എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്തെ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടുള്ള ദുഃഖത്തിനാണ് ഹുസ്ന എന്ന് പറയാം. ഇതൊരാൾക്ക് ബാധിക്കുന്നില്ല. അവൻ എന്നിട്ട് ആ സമയത്ത് പറയാണ്, ഫഖാല, അവൻ പറയും, അല്ലാഹുമ്മ ഇന്നി അബ്ദുക്, അല്ലാഹുവേ ഞാൻ നിന്റെ അടിമയാണ്. ഇബ്നു അബ്ദിക്, നിന്റെ അടിമയുടെ മകനാണ്. ഇബ്നു അമതിക്, നിന്റെ അടിമ സ്ത്രീയുടെ മകനാണ്. നാസിയതി ബിയദിക്, എന്റെ കുടുംബ, എന്റെ നിയന്ത്രണം മുഴുവൻ നിന്റെ കയ്യിലാണ്. മാളിൻ ഫിയ ഹുക്മുക്, നിന്റെ വിധിയാണ് എന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ളത്. അദ്ലുൻ ഫിയ ഖദാഉക്, നീ വിധിച്ചതെല്ലാം ഏറ്റവും നീതിപൂർവമാണ്. അസ്അലുക അല്ലാഹുമ്മ ബികുല്ലി ഇസ്മിൻ ഹുവ ലക്, ഞാൻ നിനക്കുള്ള എല്ലാ നാമം കൊണ്ടും ഞാൻ നിന്നോട് തേടുകയാണ്, അഥവാ അതിനെ മുൻനിർത്തി തേടുകയാണ്. സമ്മൈത ബിഹി നഫ്സക്, നീ നിന്റെ സ്വന്തത്തിന് വെച്ചിട്ടുള്ള നാമങ്ങൾ. ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക്, അല്ലെങ്കിൽ നിന്റെ ഏതെങ്കിലും ഒരു സൃഷ്ടി, ഒരു മലക്കിനോ ഒരു നബിക്കോ നീ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. ഔ അൻസൽതഹു ഫി കിതാബിക്, അതല്ലെങ്കിൽ നിന്റെ കിതാബിൽ ഇറക്കിയിട്ടുള്ളത്. ഔ ഇസ്തഅ്സർത ബിഹി ഫി ഇൽമിൽ ഗൈബി ഇൻദക്, അല്ലെങ്കിൽ നിന്റെ അദൃശ്യമായ ജ്ഞാനത്തിൽ നീ മറച്ചു വെച്ചിട്ടുള്ളത്. അൻതജ്അലൽ ഖുർആനൽ അദീമ റബിയ ഖൽബി, അത് മുൻനിർത്തി ഞാൻ തേടുന്നത് ഖുർആനിനെ എന്റെ ഖൽബിന്റെ വസന്തമാക്കണമേ. വനൂറ സദ്രി, എന്റെ നെഞ്ചിന്റെ പ്രകാശമാക്കണമേ. വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി, എന്റെ ദുഃഖങ്ങളെ ഒഴിവാക്കുന്ന, എന്റെ ഭയപ്പാടുകളെ ഇല്ലാതാക്കുന്നതാക്കി നീ മാറ്റണമേ. എന്നിട്ട് പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇല്ലാ അദ്ഹബല്ലാഹു അസ്സ വജല്ല ഹമ്മഹു വഹസനഹു വഅബ്ദലഹു മകാനഹു ഫർഹ. ഇത് ദുആ ചെയ്താൽ അവന്റെ വിഷമം എന്താണോ, അവന്റെ ദുഃഖം എന്താണോ, അതിനെ അള്ളാഹു ഒഴിവാക്കുകയും അതിന് പകരമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിനെ വെക്കും, സന്തോഷത്തെ ആക്കുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഈ ദുആ പഠിപ്പിച്ചപ്പോ സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് അല്ലാ നതഅല്ലമുഹ, ഞങ്ങളത് പഠിക്കട്ടെ ചോദിച്ചു. അപ്പൊ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബലാ യംബഗി ലിമൻ സമിഅഹാ അയ്യതഅല്ലമഹാ, ആരാണോ ഇത് കേൾക്കുന്നത് അവനത് പഠിക്കണം. ആരാണോ ഇത് കേൾക്കുന്നത് അവനത് പഠിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ ഞെരുക്കങ്ങളിൽ അനുഭവിച്ചിട്ടുള്ള ആളുകൾ ഈ ദുആ കൊണ്ട് ഏറ്റവും വലിയ സമാധാനം കണ്ടെത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ പഠിച്ചിരിക്കേണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇത് കേട്ട ആളുകൾ അത് പഠിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ ജീവിതത്തിൽ പഠിച്ചിരിക്കേണ്ട ഒരു ദുആ ആണിത്.